ഹായ് ഡിയർ സ്റ്റുഡൻസ്, ടാലിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഗോഡൗണിനെ കുറിച്ചാണ്. ഗോഡൗൺ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റുകൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഗോഡൗൺ. എല്ലാ കമ്പനികൾക്കും ഗോഡൗൺ ഉണ്ടാവണം എന്നില്ല. ഗോഡൗൺ ഉള്ള കമ്പനികളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം, അപ്പോൾ ഗോഡൗണുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ഇടപാടുകൾ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് എടുക്കുക. ക്രിയേറ്റിന് ശേഷം നിങ്ങൾ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ താഴെ ഗോഡൗൺ ഗോഡൗൺ എന്നോ അല്ലെങ്കിൽ ലൊക്കേഷൻ എന്നാണ് അവിടെ കാണിക്കുക. അപ്പോൾ ഗോഡൗൺ എടുത്തതിന് ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. നെയിം എന്ന സ്ഥലത്ത് നിങ്ങൾ ഗോഡൗണിന്റെ പേരാണ് നൽകേണ്ടത്. ഗോഡൗണിന്റെ പേര് എന്ന് പറയുമ്പോൾ ചില കമ്പനികൾക്ക് ഗോഡൗൺ നമ്പറുകളായിരിക്കും ഉണ്ടാവുക. ഗോഡൗൺ 1, ഗോഡൗൺ 2, ഗോഡൗൺ 3 അങ്ങനെയുള്ള നമ്പറുകളാണ് ഉണ്ടാവുക. ചില കമ്പനികൾക്ക് സ്ഥലപ്പേര് വിളിച്ച് കമ്പനിയുടെ എവിടെയാണ് ഗോഡൗൺ ഉള്ളത് അത് കൊടുക്കാനുള്ള ഓപ്ഷൻ സ്ഥലപ്പേരുകൾ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എറണാകുളത്തുള്ള ഗോഡൗൺ ഉണ്ടെങ്കിൽ എറണാകുളം ഗോഡൗൺ എന്നൊക്കെ ടൈപ്പ് ചെയ്യാം. കാലിക്കറ്റ് ഗോഡൗൺ ആണെങ്കിൽ കാലിക്കറ്റ് ഗോഡൗൺ എന്നൊക്കെ ടൈപ്പ് ചെയ്യാം. ഗോഡൗൺ ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മലപ്പുറത്തുള്ള ഗോഡൗൺ മലപ്പുറം ഗോഡൗൺ ഇതുപോലെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം നെയിം എന്ന സ്ഥലത്ത് നിങ്ങൾ ഗോഡൗണിന്റെ പേരാണ് നൽകേണ്ടത്. എന്നിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യുന്നു. ഇതിൽ ഓട്ടോമാറ്റിക് ഒരു ഗോഡൗൺ വരും. അതിന്റെ പേര് മെയിൻ ലൊക്കേഷൻ എന്നാണ്. ഒരു കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ താനെ വരുന്ന ഗോഡൗണിന്റെ പേര് മെയിൻ ലൊക്കേഷൻ എന്നാണ്. ഇനി ഇങ്ങനെയാണ് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഗോഡൗൺ വെച്ചുള്ള ഇടപാടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ വൗച്ചറിലേക്ക് പോവുകയാണ്. ഗേറ്റ് വേ ഓഫ് ടാലി വൗച്ചർ എടുത്തു. ഇവിടെ വരുന്നൊരു വൗച്ചർ സ്റ്റോക്ക് ജേണൽ, ഓൾട്ട് F7 ആണ് അതിന്റെ കീ. സ്റ്റോക്ക് ജേണൽ എന്ന വൗച്ചർ, ഇതിന്റെ ഉപയോഗം ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലോട്ട് പ്രൊഡക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലോട്ട് പ്രൊഡക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു കമ്പനിക്ക് 2 ഗോഡൗൺ ഉണ്ട്. ഒരു ഗോഡൗണിൽ നിന്നും കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് മറ്റൊരു ഗോഡൗണിലോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് ജേണൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലോട്ട് പ്രൊഡക്റ്റുകൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നോക്കാം. ഇവരുടെ 2 ഭാഗമാണ് വരുന്നത്. ഒന്ന് സോഴ്സ് കൺസെപ്ഷൻ, 2 ഡെസ്റ്റിനേഷൻ പ്രൊഡക്ഷൻ. ഇപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഇവിടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലോട്ട് മാറ്റുമ്പോൾ ആദ്യം ഫ്രം ആണ്, പിന്നെ സെക്കൻഡ് പാർട്ട് ടു ആണ്. ഇവിടെ ആദ്യം പറയുന്ന നെയിം ഓഫ് ഐറ്റം, പ്രൊഡക്റ്റിന്റെ പേര് കൊടുക്കാനുള്ളതാണ്. ഇവിടെ പ്രൊഡക്റ്റിന്റെ പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രം, എവിടെ നിന്നാണ് പ്രൊഡക്റ്റ് എടുത്തത്, ഏത് ഗോഡൗണിൽ നിന്നാണ് പ്രൊഡക്റ്റ് എടുത്തത്, ആ ഗോഡൗണിന്റെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ 2 ഗോഡൗൺ ഉണ്ട്. ഒരു മെയിൻ ലൊക്കേഷനും ഉണ്ട്, ഒരു മലപ്പുറം ഗോഡൗണും ഉണ്ട്. ഇവിടെ മെയിൻ ലൊക്കേഷനിലാണ് നമുക്ക് പ്രൊഡക്റ്റ് ഉള്ളത്, ക്വാണ്ടിറ്റി കാണിക്കുന്നത്. അവിടെ നിന്നും ഒരു 50 എണ്ണം നമ്മൾ എടുത്തു. എന്നിട്ട് സെയിം പ്രൊഡക്റ്റ് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇവിടെ ഏത് ഗോഡൗണിലോട്ടാണ് മാറ്റിയത്, ട്രാൻസ്ഫർ ചെയ്തത്, ആ ഗോഡൗണിന്റെ പേര് കൊടുക്കുന്നു. ദെൻ സെയിം ക്വാണ്ടിറ്റി കൊടുക്കുന്നു, 50 നമ്പേഴ്സ്. അതായത് പെന്ന് എന്നുള്ള പ്രൊഡക്റ്റ് മെയിൻ ലൊക്കേഷനിൽ നിന്നും 50 എടുത്തിട്ട് ആ പെന്ന് മലപ്പുറം ഗോഡൗണിൽ 50 കൊടുത്തു. അപ്പോൾ ഇവിടെ 2 ഭാഗത്തും സെയിം പ്രൊഡക്റ്റും സെയിം ക്വാണ്ടിറ്റിയുമാണ്. ലൊക്കേഷൻ മാത്രമാണ് ചേഞ്ച് ആയത്. ഇവിടെ ഫ്രം ലൊക്കേഷനും ഇവിടെ ടു ലൊക്കേഷനുമാണ് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ ഫ്രം ഗോഡൗണും ഇവിടെ ടു ഗോഡൗണും കൊടുക്കും. 2 ഭാഗത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യുന്നു. ഇനി സ്റ്റോക്ക് ജേണല് മറ്റൊരു കാര്യം ചെയ്യുന്നത്, ഒരു ഗോഡൗൺ കൺസ്യൂംഡ് പ്രൊഡക്റ്റ് ആണ്. കൺസ്യൂംഡ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നതിനാണ് കൺസ്യൂംഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഉപഭോഗം എന്ന് പറയും. നമ്മളെ കടയിൽ നിന്ന് നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ യൂസ് ചെയ്യുക, അതിനാണ് കൺസ്യൂംഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ കൺസ്യൂംഡ് പ്രൊഡക്റ്റ് ചെയ്യുന്നതും സ്റ്റോക്ക് ജേണലിലാണ്. ഇതിന് ചെയ്യേണ്ടത്, നിങ്ങൾ ഇവിടെ പ്രൊഡക്റ്റിന്റെ പേര് കൊടുക്കുന്നു. ഇവിടെ ഏത് ഗോഡൗണിൽ നിന്നാണ് നിങ്ങൾ കൺസ്യൂം ചെയ്തത് ആ ഗോഡൗണിന്റെ പേര് കൊടുക്കുന്നു. ദെൻ ക്വാണ്ടിറ്റി കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇത് ഫസ്റ്റ് സൈഡിൽ മാത്രം കൊടുത്താൽ മതി. ഇവിടെ സോഴ്സ് കൺസെപ്ഷൻ എന്നുള്ള ഭാഗത്ത് മാത്രം പ്രൊഡക്റ്റിന്റെ പേര്, ഗോഡൗണിന്റെ പേര്, ക്വാണ്ടിറ്റി കൊടുത്തിട്ട്
സേവ് ചെയ്യുക. ഫസ്റ്റ് സൈഡിൽ മാത്രം കൊടുത്താൽ മതിയെ ഇനി സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് കൺസ്യൂംഡ് പ്രൊഡക്റ്റ് ചെയ്യുക. അപ്പൊ സ്റ്റോക്ക് ജേണലിന് രണ്ട് ഉപയോഗമാണുള്ളത്. ഒരു ഗോഡൌണിൽ നിന്ന് മറ്റൊരു ഗോഡൌണിലോട്ട് പ്രൊഡക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുക. രണ്ടാമത്തെ ഉപയോഗം കൺസ്യൂംഡ് പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇനി ഗോഡൌണിന്റെ റിപ്പോർട്ടുകൾ എങ്ങനെ കാണും? ഓരോ ഗോഡൌണിന്റെയും എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, ഏതെല്ലാം പ്രൊഡക്റ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗോഡൌണിന്റെ റിപ്പോർട്ട് കാണണം. അതിന് ഗേറ്റ്വേ ഓഫ് ടാലിയിലെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എടുത്തതിന് ശേഷം സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഇൻവെന്ററി അല്ല, ഇൻവെന്ററി ബുക്സ് എൻ്റർ. അതിൽ ഗോഡൌൺ ഉണ്ടാവും. ഗോഡൌൺ എടുത്തിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പ്രൈമറി എന്ന് വെച്ചിട്ട് എൻ്റർ അയച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഗോഡൌണും കാണിക്കും. ഓൾട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ആയി കാണാൻ പറ്റും. ഓരോ ഗോഡൌണിലും ഉള്ള പ്രൊഡക്റ്റുകളും അതിന്റെ എണ്ണവും ഇവിടെ കാണിക്കുന്നതാണ്. ഈ ഭാഗത്ത് ക്വാണ്ടിറ്റി കാണിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ മെയിൻ ലൊക്കേഷന്റെ മാത്രം മതിയെങ്കിൽ അതിന്റെ മീതെ വെച്ചിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ പ്രൊഡക്റ്റും അതിന്റെ ക്വാണ്ടിറ്റിയും ഇവിടെ കാണിക്കും. ഇനി മലപ്പുറം ഗോഡൌൺ കാണിക്കണം. മലപ്പുറം ഗോഡൌൺ കൊടുത്തിട്ട് എൻ്റർ ചെയ്താൽ മലപ്പുറത്തിന്റെ മാത്രം അവിടുത്തെ പ്രൊഡക്റ്റ് കാണിക്കും. ഡീറ്റെയിൽ കാണാൻ ഓൾട്ട് F1 ആണ്. ഓൾട്ട് F1 പ്രസ് ചെയ്താൽ മതി. ഇവിടെ അതിന്റെ ക്വാണ്ടിറ്റിയും കാണിക്കും. പ്രൈമറി വെച്ച് എൻ്റർ ചെയ്താൽ ആ കമ്പനിക്ക് ഏതൊക്കെ ഗോഡൌൺ ഉണ്ടോ ആ ഗോഡൌണിന്റെ എല്ലാത്തിന്റെയും റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ഡീറ്റെയിൽ കാണാൻ ഓൾട്ട് F1. ഓക്കെ, താങ്ക് യു.